പ്രിയ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറയുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ പാഠം ദ സീഡ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന, അതായത് സത്യത്തിന്റെ വിത്ത് എന്ന് പറയുന്ന പാഠത്തിലെ ആക്ടിവിറ്റീസുകളാണ്. നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോകാം. 1ാമത്തെ ആക്ടിവിറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം എന്താണ് പറഞ്ഞിരുന്നത്. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് വിൽ ബിക്കം ദി പ്രിൻസ് ഓർ ദി പ്രിൻസസ്. ദ കിങ് ഓർഡേർഡ് ഹിസ് മെൻ ടു പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദിസ് അനൗൺസ്മെന്റ്. ഹെൽപ്പ് ദം ഡ്രാഫ്റ്റ് ഇറ്റ് എന്നാണ് പറഞ്ഞത്. ഇതിന്റെ മലയാളം, ഏറ്റവും വലുതും അതുപോലെ തന്നെ നല്ല ആരോഗ്യം, ഹെൽത്തിയസ്റ്റുമായ ചെടികൾ വളർത്താൻ കഴിവുള്ള കുട്ടിയെ അടുത്ത കിരീടാവകാശി, പ്രിൻസ് ഓർ പ്രിൻസസ് ആയി തെരഞ്ഞെടുക്കുന്നു. അതിനുവേണ്ടി രാജാവ് ദ കിങ് ഓർഡേർഡ് ഹിസ് മെൻ, തന്റെ അനുയായികളോട് ഓർഡർ ചെയ്തു, ടു പ്രിപ്പയർ എ നോട്ടീസ്, ഒരു വിളംബരം, ഒരു നോട്ടീസ് അടിച്ച് പുറത്തിറക്കുന്നതിന് വേണ്ടി രാജാവ് അനുയായികളോട് ആവശ്യപ്പെട്ടു. ഫോർ ദിസ് അനൗൺസ്മെന്റ്, ഇതൊരു വിളംബരമായിട്ട് പുറത്തിറക്കണം, ജനങ്ങൾ അറിയട്ടെ, ഏറ്റവും നല്ല ആരോഗ്യവും ഉള്ളതും വലുതുമായ ചെടി വളർത്തുന്ന കുട്ടിയെ അടുത്ത രാജാവായി തെരഞ്ഞെടുക്കും എന്ന് പ്രഖ്യാപിക്കാനുള്ള നോട്ടീസ് തയ്യാറാക്കാൻ ജനങ്ങൾ അറിയട്ടെ ഇങ്ങനെ ഒരു സംഭവമുണ്ട് എന്ന്. അപ്പം രാജാവിന്റെ ആളുകൾക്ക് നോട്ടീസ് തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ സഹായിക്കണം. നമ്മൾ തയ്യാറാക്കേണ്ടത് ഒരു നോട്ടീസാണ്. നോട്ടീസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തിനെ കുറിച്ചാണ് ഈ നോട്ടീസ് എന്ന് അറിയണം. വായിക്കുന്ന ഒരാൾക്ക് എന്തിനെ കുറിച്ചാണ് നോട്ടീസ് എന്നറിയണം. അവ ആ നോട്ടീസിന്റെ കാര്യം എന്തിനെ കുറിച്ചാണ് എന്നുള്ളത് ഇവിടെ കൊടുക്കണം. എന്നിട്ട് ആരോടാണ് ഇത് അഭ്യർത്ഥിക്കുന്നത്, മാന്യമഹാജനങ്ങളെ എന്നൊക്കെ പറഞ്ഞ മാതിരി അവിടെ അത് സൂചിപ്പിക്കണം. പിന്നെ ആ നോട്ടീസിൽ എന്താണ് സൂചിപ്പിക്കുന്ന കാര്യം നമ്മൾ മാറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ആ നോട്ടീസിന്റെ ബോഡി എന്നൊക്കെ പറയും, അത് വേണം. ആരാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എന്നും എവിടെ നിന്നാണ് പ്രഖ്യാപിക്കുന്നത് എന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ വരുന്നതായിരിക്കും ഒരു നോട്ടീസ് കണ്ടാൽ ആളുകൾക്ക് കാര്യം മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പൊ ആ നോട്ടീസിന്റെ ഹെഡിങ് എന്നുള്ളവർക്ക് സെലക്ഷൻ ഓഫ് ക്രൗൺ പ്രിൻസസ് ഓർ പ്രിൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം. സെലക്ഷൻ ഓഫ് ക്രൗൺ പ്രിൻസ് ഓർ പ്രിൻസസ്, അതായത് കിരീടാവകാശിയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വിളംബരം എന്നർത്ഥത്തിൽ. അപ്പൊ നമുക്ക് ആദ്യം ഹെഡിങ് ഇവിടെ എഴുതാം. സെലക്ഷൻ ഓഫ് ക്രൗൺ പ്രിൻസ് ഓർ പ്രിൻസസ്, രണ്ടും പറയാം. പ്രിൻസ് എന്ന് പറഞ്ഞാൽ മതി, സ്ത്രീകളാവുമ്പം പ്രിൻസസ്. ഇതാണ് നമ്മുടെ ഹെഡിങ് ആയിട്ട് വരേണ്ടത്. സെലക്ഷൻ ഓഫ് ക്രൗൺ പ്രിൻസ് ഓർ പ്രിൻസസ്. ഇനി ആരോടാണ് ഇത് പറയുന്നത്? ആ നാട്ടിലെ കുട്ടികളുടെ രക്ഷിതാക്കളോടാണ്. അപ്പൊ നമുക്ക് ഡിയർ പാരൻസ് എന്ന് വെക്കാം, അല്ലെ? ഡിയർ പാരൻസ് എന്ന് ഇവിടെ എഴുതാം. ഡിയർ പാരൻസ്, ഡിയർ പാരൻസ്, പ്രിയ രക്ഷിതാക്കളെ എന്ന് പറയും.
ഇത് കോമട്ടിന് ശേഷം നമുക്ക് കാര്യങ്ങൾ ഈ കാണുന്ന സ്ഥലത്ത് എഴുതണം. എന്താ കാര്യം? എന്താണ്? കിങ് വിദ്യാധര ഹാസ് പ്രപ്പോസ്ഡ് ടു അറേഞ്ച് എ ടെസ്റ്റ്. കിങ് വിദ്യാധര ഒരു ടെസ്റ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. എന്തിനാ ടെസ്റ്റ്? ഫോർ സെലക്ടിങ് ദി നെക്സ്റ്റ് ക്രൗൺ. ഫോർ സെലക്ടിങ് ദി നെക്സ്റ്റ് ക്രൗൺ. അടുത്ത രാജാവിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കിങ് വിദ്യാധര ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എന്താണ് ആ ടെസ്റ്റ്? സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ചിൽഡ്രൻ who are good at gardening can take part in the test എന്ന് നമുക്ക് എഴുതാം. അതായത് സ്മാർട്ടും ആയ നല്ല ഇന്റലിജന്റ് ആയ കുട്ടികളിൽ നിന്ന് അവർ ഈ ഗാർഡനിങ് മത്സരത്തിൽ പങ്കെടുക്കാം. സ്മാർട്ടും ഇന്റലിജന്റുമായ കുട്ടികൾക്ക് ഈ ഗാർഡനിങ് മത്സരത്തിൽ പങ്കെടുക്കാം. ആ കുട്ടികളെ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം എന്ന് നമുക്ക് അടുത്ത സെന്റൻസ് പറയാം. ദ ചിൽഡ്രൻ ഷുഡ് ബി ഏജ്ഡ്. ഒരു വയസ്സ് വെച്ച് കൊടുക്കാം നമുക്ക്. 9 മുതൽ 15 വയസ്സ് വരെ, അല്ലെങ്കിൽ 10 മുതൽ 15 വയസ്സ് വരെ എന്നൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പൊ ദ ചിൽഡ്രൻ ഷുഡ് ബി ഏജ്ഡ് ബിറ്റ്വീൻ 10 and 15 എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് പറയേണ്ടത് അങ്ങനത്തെ കുട്ടികള് ഒരു സ്ഥലം പറയണല്ലോ, എവിടുന്നാണ് ഈ മത്സരം നടക്കുന്നത് എന്നുള്ളത്. ആ സ്ഥലം those who are interested may be present at the palace auditorium. അങ്ങനത്തെ കുട്ടികൾക്ക്, ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് പാലസ് ഓഡിറ്റോറിയത്തിൽ എത്തിപ്പെടാം. ഒരു സമയം വെച്ച് കൊടുക്കുക. അറ്റ് 10 AM രാവിലെ ഒരു ഡേറ്റും നമുക്ക് ഇവിടെ വെച്ച് കൊടുക്കാം. അപ്പം എന്നിട്ട് ആരാണിത് പറയുന്നതുള്ളത്? മന്ത്രി അല്ലെങ്കിൽ കൃഷി മന്ത്രിനോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നോട്ടീസിൽ വരേണ്ടത്. അങ്ങനെ വന്നാൽ കുട്ടികൾ ആ നോട്ടീസ് വായിച്ചിട്ട് അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തും. അപ്പൊ നമുക്ക് ഡിയർ പാരന്റ്സ് എന്ന് എഴുതി. ഇനി നമുക്ക് മാറ്റർ എഴുതണം. അപ്പൊ നമുക്ക് ഇവിടെ ദ കിങ് വിദ്യാധര ഹാസ് പ്രപ്പോസ്ഡ് ടു അറേഞ്ച് എ ടെസ്റ്റ് എന്ന് എഴുതാം. ആദ്യം ദ കിങ് വിദ്യാധര, ദ കിങ് വിദ്യാധര has proposed to arrange a test. To arrange a test. ഒരു ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നർത്ഥം. എന്തിന്? ഫോർ സെലക്ടിങ് ദ നെക്സ്റ്റ് ക്രൗൺ. ഫോർ സെലക്ടിങ്, സെലക്ട് ആക്കുന്നതിന് വേണ്ടി, ദി നെക്സ്റ്റ് ക്രൗൺ, അടുത്ത കിരീടാവകാശിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റ് നടത്താൻ വേണ്ടി കിങ് വിദ്യാധര തീരുമാനിച്ചിരിക്കുന്നു. ഇനി അതിലാർക്കാണ് പങ്കെടുക്കേണ്ടത് എന്നാണ് കൊടുക്കുന്നത്. സ്മാർട്ട് ആൻഡ് ഇന്റലിജൻസ് ചിൽഡ്രൻ. സ്മാർട്ട് ആൻഡ് ഇന്റലിജൻസ് ചിൽഡ്രൻ ഹു ആർ ഗുഡ് അറ്റ് ഗാർഡനിങ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി ടെസ്റ്റ്. അപ്പൊ നമുക്ക് എഴുതാം സ്മാർട്ട് ആൻഡ് intelligent children
ഇന്റലിജന്റ് ചിൽഡ്രൻ ഹു ആർ ഗുഡ് അറ്റ് ഗാർഡനിങ്. അവർ ആരായിരിക്കണം? അവർ ഹു ആർ ഗുഡ് അറ്റ് ഗാർഡനിങ്. അവർ ഗാർഡനിങ്ങിൽ ഉഷാറായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി ടെസ്റ്റ്. ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി ടെസ്റ്റ്. അങ്ങനത്തെ കുട്ടികൾക്ക് ഈ ടെസ്റ്റിൽ പങ്കെടുക്കാം. സ്മാർട്ട് ആൻഡ് ഇന്റലിജന്റ് ചിൽഡ്രൻ ഹു ആർ ഗുഡ് അറ്റ് ഗാർഡനിങ് ക്യാൻ ടേക്ക് പാർട്ട് ഇൻ ദി ടെസ്റ്റ്. അങ്ങനത്തെ കുട്ടികൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. പിന്നെ അവരുടെ നിബന്ധനയാണ്, എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാൻ പറ്റുകയില്ല. ദ ചിൽഡ്രൻ ഷുഡ് ബി ഏജ്ഡ് ബിറ്റ്വീൻ 10 and 15. The children aged should be aged between. നിർബന്ധമായിരിക്കണം should be aged between എത്ര ഒരു വയസ്സ്? 10 and 15. 10ന്റെയും 15ന്റെയും ഇടയിലുള്ള കുട്ടികളായിരിക്കണം അവർ. അങ്ങനെ അതിന് ഇൻട്രസ്റ്റ് ഉള്ളവര് those who are interested may be present at the palace auditorium. those അവർക്ക് ഈ ഏജിലുള്ള ഈ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് those who are interested may be present, may be attend എന്നൊക്കെ പറയും. attend പങ്കെടുക്കാവുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ആകാവുന്നതാണ് ഇവിടെ at the palace auditorium. at the palace auditorium. ഒരു സമയം വെച്ച് ഓഡിറ്റോറിയം at 10 AM. 10 മണിക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ആ ഓഡിറ്റോറിയത്തിൽ അറ്റൻഡ് ചെയ്യാം. 10 AM എവിടെയാണ്? ഏതാ ഡേറ്റ് കൊടുക്കുക? AM ഒരു 20 ജൂൺ 2020 ജൂണിൽ 10 മണിക്ക് പാലസ് ഓഡിറ്റോറിയത്തിൽ ഈ മത്സരത്തിന് വേണ്ടി പങ്കെടുക്കാം. എന്നിട്ട് അത് അറിയിക്കുന്നത് മിനിസ്റ്ററാണ്. മിനിസ്റ്റർ ഓഫ് കിംഗ് അല്ലെങ്കിൽ മിനിസ്റ്റർ എന്ന് കൊടുത്താൽ മതി. മന്ത്രിമാരാണല്ലോ അത് അറിയിക്കാറുള്ളത്. മിനിസ്റ്ററാണ് ഇത് അറിയിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു നോട്ടീസ് എഴുതിക്കൊണ്ട് ഈ ഒന്നാമത്തെ ആക്ടിവിറ്റി ദ സീഡ് ഓഫ് ട്രൂത്ത് എന്നുള്ളതിന്റെ ഒന്നാമത്തെ ആക്ടിവിറ്റി നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കും.